ഹായ്. പണ്ടൊക്കെ സിനിമയിൽ ചാൻസ് ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടോ, ചവിട്ട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഡ്രാമാസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ ഒരു സ്റ്റേജിൽ കയറി പരിചയമുണ്ടോ, ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അഭിനയം പഠിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ അഭിനയം പഠിച്ചിട്ടുണ്ടോ എന്നായി. പിന്നെ കുറച്ചുകൂടെ കാലം മാറിയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓഡിഷന് പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്നായി. ഇപ്പോൾ കാലം മാറി. നമ്മുടെ കയ്യിലുള്ളൊരു മൊബൈലോ ലാപ്ടോപ്പോ എന്തായാലും മതി. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന, അത് കുഞ്ഞ് ഷോർട്ട് ഫിലിം മുതൽ അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നത് വരെ, അവർക്ക് പോലും അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അവർ ചെയ്ത വർക്ക് എന്താണോ അത് കാണിച്ചു കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. അത്രയധികം മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചാൻസിന് വേണ്ടി അലഞ്ഞ് നടക്കുമ്പോൾ ഇപ്പോൾ റീൽസ് കണ്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഷോർട്സ് കണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ സിനിമയിലേക്ക് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ചാൻസ് തരുമോ സാർ, ഞാൻ ഇങ്ങനൊരു ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് സിനിമാ ഫീൽഡ് എന്ന് പറയുന്ന സിനിമയിലേക്ക് കയറി പറ്റാൻ തന്നെയാണ് ഓരോരുത്തരും ഇത് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. ഇപ്പോഴുള്ള ജനറേഷനായാലും മുമ്പുള്ളവർക്കും ഉണ്ട് സിനിമാ സ്വപ്നമില്ലാത്തത്. വളരെ ചുരുക്കം പേർക്ക് മാത്രമായിരിക്കും സിനിമ എന്ന് പറയുന്ന സ്വപ്നത്തിൽ താല്പര്യമില്ലാത്തതും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഇല്ലാത്തത്. അല്ലാതെ ഒട്ടുമിക്ക ആൾക്കാർക്കും സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. അല്ലെങ്കിൽ ഒന്നിൽ നടിയാവുക, നടനാവുക, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ടെക്നീഷ്യൻസ് ആവുക, എന്തെങ്കിലും ഒരു ആവണം, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ അവരവരുടെ വീഡിയോസും ഷോർട്സും എല്ലാം കാണിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ ചാൻസുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ മഹാരാജ ഹോസ്റ്റൽസ്, അതിനും എല്ലാവരും ഷോർട്സും വീഡിയോസൊക്കെ ഇട്ട് വൈറലായ താരങ്ങളാണ് 4 പേര്. അഖിൽ NRD, പിന്നാര ഷാമോനെ, മാമനു മോനിലെ ശരത്ത്, പിന്നെ ഐ എം സൂപ്പർ ഹീറോ സന്ദീപ്. അപ്പോൾ ഇവരൊക്കെയും സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് നെഗറ്റീവൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അവരുടെയൊക്കെയും ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ സ്വപ്നം. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിരുന്നാലും പക്ഷേ അവരുടെ ആഗ്രഹം അവർ നിറവേറിയിരിക്കുകയാണ്. എത്ര ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാലും അത് ഭയങ്കര വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉപരിയാണല്ലോ ഒരു ബിഗ് സ്ക്രീനിൽ അവരുടെ ഫേസ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ കാണുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും അവരുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഒരുപാട് പേർക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നതോടെ അവരുടെ വീഡിയോസും ഷോർട്സും എല്ലാം കാണിച്ച് ഒരു ചാൻസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നോ പറയണമെങ്കിൽ എല്ലാം അവരെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ എന്തും സാധിക്കുമല്ലോ. ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സിനിമാ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളിലായിക്കോട്ടെ, വലിയ വേഷങ്ങൾ, ഏതുതരം വേഷങ്ങളിലായിരുന്നാലും ഇനി നായകന്മാരാകുന്നുണ്ട്, നായികമാരാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ സിനിമയിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരാണ് നമുക്ക് സിനിമയൊന്നും വേണ്ട, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും റവന്യൂ ആണല്ലോ മുഖ്യം. സിനിമയിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ റവന്യൂ കിട്ടുന്നുള്ളതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. അവരുടെ വീഡിയോസൊക്കെയും ആൾക്കാർ കാണും, അവരുടെ ഇതിൽ നിന്നൊരു ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ജോലി കളഞ്ഞിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ ചുരുക്കം പേര് മാത്രമാണ് നമുക്ക് അഭിനയം വേണ്ട, നമുക്കിത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ മറ്റു ചിലരുണ്ട്, കുറച്ച് പേര് സ്വന്തം ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇട്ട് ശരീരപ്രദർശനം നടത്തി പണം ഉണ്ടാക്കുക. അങ്ങനെയും കുറച്ച് പേരുണ്ട്. ഞാൻ അവരെ പറ്റിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പണ്ടൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ആളുകളെ കുത്തുവാക്കുകളും കളിയാക്കലും ഒക്കെ ആയിരിക്കും ഏറെയും ആൾക്കാർ കേട്ടിട്ടുള്ളാവുക. നാട്ടുകാരുടെ മുമ്പിലായിരുന്നല്ലോ, കുടുംബക്കാരുടെ മുമ്പിലായിരുന്നല്ലോ, നീ എന്ത് ചെയ്യുന്നടാ, വീഡിയോ ഇടുന്നു, റീൽസ് ചെയ്യുന്നു, നിനക്കൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ഇതിന് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് പോകെയാണ് അവർ വീഡിയോസ് കുറേ
ഒരിക്കലും നമ്മളെ ബന്ധുക്കൾ കാണുമെന്നോ അല്ലെങ്കിൽ നാട്ടുകാർ കാണുമെന്നും പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് റീൽസ് ചെയ്യുന്നവർ, വീഡിയോസ് ചെയ്യുന്നവരൊക്കെയും പറയുന്നൊരു കാര്യമാണ്. കാരണം ആരും കുടുംബക്കാരെയും അല്ലെങ്കിൽ നാട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് വെറുതെയാണ്. കാരണം ആദ്യമൊക്കെ അവരെല്ലാം നമ്മളെ എതിർക്കും. എന്നിട്ട് നമുക്കൊരു വ്യൂസ് കിട്ടി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫേമസ് ആയി തുടങ്ങുമ്പോൾ എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിനക്ക് ഇതൊക്കെ കിട്ടുമെന്ന് നമുക്കറിയായിരുന്നു. അതൊക്കെ വെറുതെയാണ്. അവർ എന്താ നമ്മളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയും. അത് നമ്മളായിട്ട് നമ്മൾ ഓക്കെ പറയും. ആ ഒരു തരത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അതിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും നമ്മുടെ മുഖം ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ള തരത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് ഇപ്പോൾ മഹാരാജ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞു. പക്ഷേ അതിന് മുൻപും വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ കുഡോസ് മീഡിയ എന്ന് പറയുന്ന മീൻ, എനിക്ക് അവരുടെ നിഹാൽ, അവരെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ 4 പേരും നല്ല അഭിനയമൊക്കെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ ബെറ്ററാണ്. ഇപ്പോൾ വന്ന അഭിനയം എനിക്ക് അറിയില്ല, മഹാരാജ ഹോസ്റ്റൽസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. കാരണം ഫസ്റ്റ് തുടക്കമല്ലേ, തുടക്കമൊക്കെ ആകുമ്പോഴത്തേനും ആർക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കാനൊന്നും സാധിക്കില്ല. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, മാധവ് സുരേഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, അവനും തുടക്കക്കാരനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെയും വരും. മമ്മൂട്ടി, മോഹൻലാൽ ആയാലും പോലും ഫസ്റ്റ് പടങ്ങളിലൊക്കെ അവർ സൂപ്പറായിട്ട് അഭിനയിച്ചു എന്ന് പറയാനായിട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവരും അഭിനയിച്ച് വരുമ്പോൾ തന്നെയാണല്ലോ നല്ല പെർഫെക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ അത് ഏറ്റവും നല്ല സൂപ്പറായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന നടന്മാരിൽ ടൊവിനോ തോമസ് ഭയങ്കര നല്ലൊരു അഭിനയമാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം അതിരടി കണ്ടപ്പോൾ ട്രിവാൻഡ്രം ലാംഗ്വേജ് പറഞ്ഞത് നന്നായിട്ടുണ്ട്. പറഞ്ഞത് നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രംകാരി ആയതുകൊണ്ട് പറയുകയാണ്. കാരണം സുരാജ് ട്രിവാൻഡ്രംകാർ സംസാരിക്കുമ്പോൾ വളരെ തീരെ ഒരു ലോക്കലായിട്ട് നമ്മൾ ട്രിവാൻഡ്രംകാരെ പറയുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പാറശാല ഭാഗത്തൊക്കെ നീട്ടൽ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും സുരാജ് പറയുന്നതിൻ്റെ അത്ര ഒരു നീട്ടൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നല്ല രീതിയിലാണ് സുരാജ് ടൊവിനോ അതിരടി സിനിമയിൽ ട്രിവാൻഡ്രം ലാംഗ്വേജ് പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഏത് ഭാഷയും എന്ന് വെച്ചാൽ മുമ്പൊക്കെ നമ്മൾ മമ്മൂട്ടിയെ പറയുമായിരുന്നു, ഏത് ജില്ലക്കാരുടെ ഭാഷയും നമുക്ക് വഴങ്ങുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന്. പക്ഷേ അതിനിപ്പോൾ പുതിയ വരുന്ന ആർട്ടിസ്റ്റുകളും അവരവരുടെ രീതി, അവരുടെ പ്രയത്നവും കൊണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ജോലി ഉള്ളവരായിരുന്നാലും ജോലി ഇല്ലാത്തവരായിരുന്നാലും അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് നിൽക്കുന്നവരായാലും ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെയൊക്കെയും അവസരങ്ങൾ ഇനിയും വരട്ടെ. ഇപ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് അഭിനയത്തിലേക്ക് കടന്നിരിക്കുന്ന ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവർക്കും അവർക്കും ഒരുപാട് ചിത്രങ്ങൾ ഇനിയും കിട്ടട്ടെ. അവരെ കൊണ്ട് നല്ല രീതിയിൽ അഭിനയിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിനയം നല്ല രീതിയിൽ പഠിച്ച് അവരോരോരുത്തരും വലിയ മുൻനിര താരങ്ങളിലായിട്ട് എത്തട്ടെ. കാരണം ഒരുപാട് താരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും അവസരങ്ങൾ വേണമല്ലോ. എല്ലാവർക്കും അഭിനയമോഹമാണ്. കാരണം മമ്മൂട്ടി മോഹൻലാലിനെയും കണ്ടു തന്നെയാണ് ഓരോരുത്തരും എനിക്ക് അഭിനയിക്കണം എന്നുള്ള തരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെയും നല്ല രീതിയിൽ അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ അവരൊക്കെയും പഠിച്ച് അഭിനയിക്കട്ടെ. എല്ലാവർക്കും വലിയ വിജയങ്ങളൊക്കെ നേടട്ടെ എന്നാണ് ആശംസിക്കുന്നത്.